ആളില്ലാത്ത പുരേ കയറി പൂച്ചിരിക്കും പോലെ ഇരിക്കാൻ നിൽക്കരുത്. ആളില്ലേ വേഗം സ്ഥലം വിട്ടോളണം. ഇനി വീട്ടിലേക്ക് കടന്നാൽ സലാം പറയണമെന്ന് പറഞ്ഞത് സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും അത് ബാധകമാണ്. അവിടെ ആരുമില്ലെങ്കിലും അത് ബാധകമാണ്. നമ്മളൊക്കെ സ്വന്തം പുരയിലേക്ക് കയറി ചെല്ലുക, മക്കളും ഭാര്യയുണ്ട് അവിടെ. എന്നാൽ എങ്ങനെ ചെല്ലേണ്ടത്? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു ചെല്ലണം. നമുക്കൊരു കുറവാ അല്ലേ? വാപ്പനോട് ഇപ്പം എങ്ങനെ സലാം പറയാ? പെണ്ണുങ്ങളോട് സലാം പറയാ. അയ്യേ, എന്തോ ഒരു നാണം പോലെ തോന്നും. ഇനിയിപ്പോൾ ഇന്നത്തെ വയലൊക്കെ കേട്ട് നിങ്ങൾ അങ്ങനെ തീരുമാനിച്ച് നിൽക്കുക. അത് കേൾക്കാത്ത പെണ്ണുങ്ങൾ നിങ്ങളെ പുരയിലുണ്ടെങ്കിലേ നിങ്ങളിപ്പം ചെന്ന് അസ്സലാമു അലൈക്കും എന്നാൽ ഓള് ഒന്നും ഞെട്ടും. ഇതിപ്പോൾ എന്താ സാധാരണ അല്ലാത്ത എന്തോ ഒന്ന് കൂടിയാണ്. എന്തായാലും കൂടിയ നല്ല ജിന്ന ഒന്ന് കൊണ്ടുപോയി നോക്കുക എന്ന് പറഞ്ഞ് ആരെങ്കിലും എടുത്തുകൊണ്ടാ നിൽക്കണ്ട. ഇത് നമ്മളവിടെ ശീലാക്കുക. സമാധാനം കിട്ടാൻ അള്ളാഹു വച്ച ഒരു വലിയ മാധ്യമമാണ് സലാം. റസൂലുള്ളാഹി പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് ഈമാന് വേണോ? ഈമാന് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്നേഹം വേണം. സ്നേഹമുണ്ടെങ്കിലേ ഈമാനുള്ളൂ, ഈമാനുണ്ടെങ്കിലേ സ്വർഗമുള്ളൂ എന്ന ആമുഖം പറഞ്ഞിട്ടാണ് നബി പറഞ്ഞത്, അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബ്ബതും. ഞാനൊരു സംഗതി നിങ്ങളെ പഠിപ്പിക്കട്ടെയോ? അത് നിങ്ങൾ പ്രയോഗവൽക്കരിക്കുകയാണെങ്കിൽ പരസ്പരം സ്നേഹമുള്ളവരായി നിങ്ങൾ മാറും. അബ്ശുസ്സലാമ ബൈനക്കും. അത് സലാം വ്യാപിപ്പിക്കലാണ്. കുടുംബങ്ങളും മക്കളും ഭാര്യയും തമ്മിലല്ലേ കൂടുതൽ സ്നേഹം ഉണ്ടാവേണ്ടത്. അവരോട് സലാം പറയാനുള്ള ആർജവവും ശീലവും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി നമ്മൾ ഒരു വീട്ടിലേക്ക് ചെന്നു, ആചാര്യ കണ്ടു, ആചാര്യ ഒന്ന് സംസാരിക്കാണ്ടായിരുന്നു. അപ്പൊ അയാൾ ഇപ്പൊ എനിക്ക് സമയമില്ല, നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും വരീന്ന് പറഞ്ഞു. എന്നാ നമ്മൾ എന്താ ചെയ്യേണ്ടി? അവിടെ ഒരു സമരം സംഘടിപ്പിക്കുക. നിങ്ങൾ പള്ളി കമ്മിറ്റിന്റെ ആൾക്കാരൊന്നായിട്ട് വന്നിട്ട് അയാൾക്ക് സമയമല്ല, മുമ്പ് കാണിച്ചു കൊടുക്കുക. നമ്മൾ മഹലിന്ന് പുറത്താക്കണം. ഇതൊക്കെ തീരുമാനം ഇല്ല. അള്ളാഹു പറയുന്നു, വഇൻ ഖീല ലക്കും ഇർജിഉ ഫർജിഉ ഹുവ അസ്കാ ലക്കും. ഒരു വീട്ടിലേക്ക് നിങ്ങൾ ചെന്ന് സമ്മതം ചോദിച്ചു ഒന്ന് കാണണം. വീട്ടുകാരൻ പറഞ്ഞു ഇല്ല, ഇപ്പം നിങ്ങൾ മടങ്ങിപ്പോവണം, ഇപ്പം നിങ്ങളെ കാണാൻ പറ്റിയ സമയമല്ല എന്ന് പറഞ്ഞാൽ ഫർജിഉ, നിങ്ങൾ മടങ്ങുക. ഹുവ അസ്കാ ലക്കും. അതാണ് നിങ്ങൾക്ക് അഭികാമ്യമായത്, അതാണ് സംസ്കാരത്തോട് യോജിച്ചത്. അവിടെ കലാപുണ്ടാക്കി ഞങ്ങൾ വന്നിട്ട് എന്തേന്നൊന്നും ചോദിച്ചുകൂടാ. നിങ്ങൾ നേരത്തെ സമ്മതം വാങ്ങി വന്നതാണോ? അല്ലല്ലോ, നിങ്ങളെ സൗകര്യത്തിന് വന്നതാ. പക്ഷേ ഇയാൾക്ക് നിങ്ങളെ സൗകര്യത്തിൽ നിങ്ങളെ കാണാൻ സമയമില്ല. അപ്പൊ അവിടെ നിന്ന് പിന്നെ ശല്യം ഉണ്ടാക്കരുത്. സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ വേഗം വിട്ടോളുക. ഇതുപോലെ ഒരാളെ വീട്ടിലേക്ക് ചെന്ന് വാതിലിന് കൊട്ടി അല്ലെങ്കിൽ ബെല്ലടിച്ചു. വീട്ടിൻ്റെ ഉള്ളിൽ നാളെ ചോദിക്കാണ് ആരാണത്? അപ്പൊ അതിനെന്താ മറുപടി അറിയാ? അത് ഞാനാണ്. ആ മറുപടി ഒരിക്കലും പറയാൻ പാടില്ല. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അതൈതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദൈനിൻ കാന അലാ അബി. ഉഹദിൽ ആദ്യമായി കൊല്ലപ്പെട്ടു പോയത് എന്റെ വാപ്പയാണ്. ആ വാപ്പയുടെ കടത്തിന്റെ കാര്യം വേവലാതിപ്പെടാൻ വേണ്ടി ഞാനതാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് ചെന്നു. ഫദഖഖ്തുൽ ബാബ്, എന്നിട്ട് വാതിലിന് മുട്ടി. അന്ന് ബെല്ലില്ല. അപ്പം റസൂലുള്ളാഹി ചോദിച്ചു, മൻദാ, ആരാണത്? ഫഖുൽതു, ഞാൻ പറഞ്ഞു, അനാ, അത് ഞാനാണ്. അപ്പൊ കാല റസൂലുള്ളാഹി ചോദിച്ചു, അന എന്ത് ഞാൻ? ആളെ പേര് പറ. അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് വിളിക്കുമ്പോ ഇത് ഉന്തുമല കൽന്തനാണ് അല്ലെ പോക്കരാണ് എന്ന് അഡ്രസ്സ് സൈദാട് പറയണം. ഒരിക്കലും ഒരു പെണ്ണുങ്ങൾ വന്നു നബിന്റെ പുരയിൽ. എന്നിട്ട് നബി ചോദിച്ചു ആരാണത് എന്ന് ചോദിച്ചു. അപ്പൊ അത് സൈനബാണ്. നബി ചോദിച്ചു അയ്യു സയാനീബ്, ഏത് സൈനബാന്ന്? സൈനബ് എത്ര ഉണ്ടാവും? കുഞ്ഞമ്മദ് എത്ര ഉണ്ട്? പോക്കർ എത്ര ഉണ്ട്? അത് അഡ്രസ് അടക്കം പറയും. ഇന്ന സൈനബാന്നോട് പറയേ. അങ്ങനെയാണ് നമ്മൾ ഫോണിൽ സംസാരിക്കും. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് മനസ്സിലായോ ഇന്നെ മനസ്സിലായില്ല. എന്തിനാ ഈ ആൾക്കാർ സ്വീപ്പാക്കുന്നത്? എല്ലാവരും മനസ്സിലാവോ ഫോണിൽ കേട്ടാൽ? ആദ്യം തന്നെ അവിടെ പറയും ഇന്ന ആളാ സംസാരിക്കുന്നത്. അതല്ല അതിന്റെ ശൈലി. അവിടെ മനസ്സിലാവിച്ചിട്ട് ഇങ്ങനെ കുറെ സമയം അതിന് പോക്കണോ? ആവശ്യമില്ല. അപ്പൊ ആദ്യം ആളെ പറയാം. അങ്ങനെ ആളെ പറഞ്ഞിട്ടേ നമ്മൾ ചോദിച്ചാൽ ആളെ പറയും, എന്നിട്ടേ കിടക്കാൻ പാടും. ഇതുപോലെ നമ്മൾ കയറി ചെല്ലുമ്പം നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മളെ ഉമ്മ കിടക്കുന്ന റൂമിലാണെങ്കിലും സമ്മതം ചോദിക്കണം, സഹോദരിയുടെ വീട്ടിലാണെങ്കിലും സമ്മതം ചോദിക്കണം, അല്ലാതെ കിടക്കാൻ പാടില്ല. ഇനി ഈ നിയമം ആർക്കുകൂടി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. വീട്ടിലുള്ള ചെറിയ കുട്ടികളുണ്ടാകും. ഇക്കാക്കാന്റെ കുട്ടി ഓന് 4 വയസ്സാണ്, ഇത്താത്താന്റെ മോക്ക് 3.5 വയസ്സാണ്.
ഈ കുട്ടികളും മറ്റുള്ളവർ ഉറങ്ങുന്ന റൂമിലേക്ക് കടക്കുന്നത് പ്രത്യേകിച്ച് 3 സമയങ്ങളിൽ നിങ്ങൾ തടയണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു ലിയസ്തഅദിൻകുമുല്ലദീന മലക്കത്ത് അയ്മാനുക്കും വല്ലദീന ലം യബ്ലുഉൽ ഹുലുമ മിൻകും സലാസ മർറാത്ത്. നിങ്ങളെ കൂട്ടത്തിൽ വകതിരിവാകാത്ത പ്രായം തികയാത്ത കുട്ടികൾ, അതുപോലെ ചെറിയ മക്കൾ, വീട്ടിലെ അടിമകളുണ്ടെങ്കിൽ ഇവർക്കും 3 സമയം സമ്മതം ചോദിച്ചിട്ടല്ലാതെ റൂമുകളിലേക്ക് പ്രവേശനം അനുവദിക്കരുത്. ഒന്നാമത്തേത് മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ, സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പുള്ള സമയം. സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പ് തഹജ്ജുദിന് ഒരാൾ എഴുന്നേറ്റു, അവന്റെ കൂടെ 4 വയസ്സുള്ള മകളും എഴുന്നേറ്റു. ആ മകള് ഇക്കാക്കയും അനുജനും ഭാര്യ ഉറങ്ങുന്ന റൂമിലേക്ക് വാതിലുന്തി കയറാൻ പോയാൽ അവളെ തടയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കാരണം ഈ സമയത്ത് ആ റൂമിൽ കയറാൻ പറ്റൂല ആർക്കും, ചെറിയ കുട്ടികൾക്കും. രണ്ടാമത്തേത് വഹീന തലഊന സിയാബക്കും മിനല്ലഹീറ, ഉച്ച സമയങ്ങളിൽ ശക്തമായ ചൂടുണ്ടാകുന്ന സമയമാണ്. ആ സമയത്ത് ആളുകൾ വസ്ത്രമൊക്കെ കുറച്ച് മാറ്റിവെച്ച് വിശ്രമിക്കാൻ റൂമിലിരിക്കും. ആ നേരത്തും ചെറിയ കുട്ടികളെപ്പോലും ഇക്കാക്കയും ഭാര്യയും കിടക്കുന്ന റൂമിലേക്ക്, ഉമ്മ ഉറങ്ങുന്ന റൂമിലേക്ക് കടന്നിയെല്ലാൻ നമ്മൾ അനുവദിച്ചുകൂടാ. മൂന്നാമത്തെ സമയം ബാദി സ്വലാത്തിൽ ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ്. ഇശാ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? മറ്റുള്ളവരുടെ റൂമിലേക്ക് ചെറിയ കുട്ടികളെ വിടരുത്. അപ്പം കുട്ടികളെപ്പോലും ഇത്തരം 3 ഘട്ടങ്ങളിൽ മറ്റുള്ളവരുടെ റൂമിലേക്കോ വീട്ടിലേക്കോ കയറുന്നത് നമ്മൾ തടയണം. അങ്ങനെ ആവുമ്പോഴാണ് നമ്മളെ വീടിന്റെ അടുക്കും ചുറ്റുമൊക്കെ ഉണ്ടാകുക. ഇനി നമ്മളെ വീട്ടിലേക്ക് കയറി വരുന്നത് ഒരു അന്യപുരുഷൻ. അന്യപുരുഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വിവാഹബന്ധം ഹറാമാവാത്തവർക്ക് ഇവിടെ അന്യപുരുഷനാ. അന്യമതസ്ഥർ എന്നൊന്നുമില്ല. ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും നമുക്ക് വിവാഹബന്ധം നിഷിദ്ധമല്ലാത്തവരൊക്കെ അന്യർ. അങ്ങനത്തെ ഒരാള് ഒരു സ്ത്രീ മാത്രമുള്ള വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പം ഒരു കാരണവശാലും ഈ വരുന്ന ആള് റൂമിന്റെ ഉള്ളിലേക്കോ വീട്ടിന്റെ അകത്തേക്കോ കയറാൻ പാടില്ല. അയാളുടെ സ്വാതന്ത്ര്യം വീടിന്റെ പുറത്തെ കോലായിലാണ്. അതിന്റെ അപ്പുറത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. ഇനി അവരോട് സംസാരിക്കുമ്പോൾ തന്നെ വളരെ ശ്രദ്ധയോടെ സംസാരിക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. നിങ്ങൾ അന്യ സ്ത്രീകളോട് വല്ലതും പറയുന്നുണ്ടെങ്കിൽ, സംസാരിക്കാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ, വല്ല സാധനങ്ങളും വായ്പ വാങ്ങാനുണ്ടെങ്കിൽ അതൊരു തിരശീലക്കു പിന്നിൽ നിന്ന്, മറക്കു പിന്നിൽ നിന്നാവട്ടെ. ഖുർആനിന്റെ പച്ചയായ ആഹ്വാനമാണിത്. ഉമ്മമാരെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അന്യപുരുഷന്മാരെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഞെളിഞ്ഞു നിന്നുകൊണ്ട് സംസാരിക്കുന്ന ശൈലി നമുക്ക് പാടില്ല. വീടിന്റെ പിൻഭാഗത്തും ഉൾഭാഗത്തും മറഞ്ഞു നിന്നുകൊണ്ട് അന്യ ആളുകളോട് സംസാരിക്കാവൂ. അത് തന്റെ കുട്ടിയെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരോടാണെങ്കിലും അധ്യാപകന്മാരോടാണെങ്കിലും രാഷ്ട്രീയക്കാരോടാണെങ്കിലും ആരോടാണെങ്കിലും അത് നമ്മൾ പാലിച്ചേ പറ്റൂ. അങ്ങനെ പ്രതികരിക്കുക. പെണ്ണുങ്ങളോട് മറക്കപ്പുറത്തുനിന്ന് ആണുങ്ങൾ ചോദിക്കുക. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പെണ്ണ് പ്രതികരിക്കേണ്ട ശൈലി എങ്ങനെ, അതുപോലും അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. ഇന്ന് നോക്കൂ, കുടുംബങ്ങളൊക്കെ ശിഥിലമായി പോകുന്നതിൽ പ്രധാന പങ്കെന്താ? പെരുമാറ്റങ്ങളിൽ ഉണ്ടാകുന്ന സംശയങ്ങളാണ്. ചില സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ പെരുമാറ്റം കാണുമ്പോൾ ഇണകൾക്ക് അന്യോന്യം സംശയം തോന്നുകയാണ്. ആ സംശയം ഒരു രോഗമായി മാറി വിശ്വാസം നഷ്ടപ്പെട്ട് എത്ര കുടുംബങ്ങളാണ് തകരുന്നത്. അതെല്ലാം തടയിടാൻ ഇസ്ലാം സമഗ്രമായ പെരുമാറ്റച്ചട്ടമാണ് നമ്മുടെ വീടുകളിൽ നടപ്പിൽ വരുത്താൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അന്യനായ ഒരാൾ വന്ന് വീട്ടിൽ നിന്ന് വല്ലതും ചോദിച്ചാൽ അയാളോട് എങ്ങനെ പ്രതികരിക്കണം? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫലാ തഖ്ലഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ് വഖുൽന ഖൗലൻ മഅറൂഫാ. അന്യവർ വന്ന് വല്ലതും ചോദിച്ചാൽ ഫലാ യത്മഅന ബിൽ ഖൗലി, ഒരിക്കലും നിങ്ങൾ ലോലമായ വാക്കുകൾ ഉപയോഗിച്ച് കിളിക്കൂറ്റോടുകൂടെ കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് അന്യപുരുഷന്മാരോട് സംസാരിച്ചു പോകരുത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, പെൺകുട്ടികളെ, ഫോണ് ഇന്ന് വല്ലാത്തൊരു ദുരിതവും ദുരന്തവുമായി മാറുകയാണ് ദുരുപയോഗം ചെയ്യപ്പെടുമ്പോൾ. എത്രയാണ് ഹറാമായ പഞ്ചാര വാക്കുകൾ പറഞ്ഞ് നമ്മുടെ പെൺകുട്ടികളും പുരുഷന്മാരും നടന്നുകൊണ്ടിരിക്കുന്നത്. അന്യപുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ
ഒരിക്കലും കിളിക്കൂറ്റോടുകൂടെയോ അവരെ ആകർഷിക്കുന്ന ശൈലിയിലോ സംസാരിക്കരുത്. അത് നേർക്ക് നേരെയാണെങ്കിലും ഫോണിലാണെങ്കിലും സൂക്ഷിക്കണം. അപകടം ചെയ്യും. പിന്നീട് അതിന്റെ ദുരന്തം നമ്മളെ കുടുംബം ഏറ്റുവാങ്ങേണ്ടി വരും. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെയാണ് അല്ലാഹു തആല പറയുന്നത്. ചില സ്ത്രീകളെന്താ, അയൽവാസി വന്നതാ കുഞ്ഞമ്മത്, ആ കൈക്കോട്ടൊന്ന് വേണല്ലോ നബീസ്താത്ത. അപ്പതാ നബീസ്താത്ത വരുന്ന അങ്ങനെ നെഞ്ചി വിരിച്ചിട്ട്, ആരാ കുഞ്ഞമ്മതോ, എത്ര കാലയാടാ കണ്ടിട്ട്, കേറിയിരിക്ക്, കുറിയന്റെ കഞ്ഞുണ്ട്, ലേശം പാരട്ടെ, അല്ലെ കട്ടൻ ചായ എടുക്കട്ടെ. ഇതൊക്കെ പാടാട് ചോദിക്കുമ്പോൾ ഇവന് എന്നെ തോന്നുന്നു അതൊരു ചാഞ്ഞ മരാണല്ലോ പടച്ചോനെ, അവിടെ മണ്ടി കയറിയാലോ എന്ന്. ഈ ചാഞ്ഞ മരത്തുമലാണോ മണ്ടി കയറുക. അതുകൊണ്ട് ആ കൊഞ്ചലും കുഴച്ചിലൊന്നും ആരും മുമ്പിൽ വേണ്ട, അന്യര് മുമ്പിൽ വേണ്ട. അത് വന്നു കൈക്കോട്ട് ചോദിച്ചിട്ട്, ആരാ? കുഞ്ഞമ്മത്. കൈക്കോട്ട് ആ പടിഞ്ഞാറ് ഭാഗത്തുണ്ട് മുറ്റത്ത്, അവിടെ നിന്ന് എടുത്തോ. പോകുമ്പോൾ പറയാം, പണി കഴിഞ്ഞിട്ട് അവിടെ തന്നെ കൊണ്ടുവെക്കണേ. ദൂടിയും കേട്ടാ പിന്നെ ഇയാൾ ഇതുമില്ലാത്തൊരു ഗൗരവക്കാരിയാണല്ലോ. പിന്നെ അവിടെ ആരും ശർക്കരയും പഞ്ചാരിയും ഒന്നും ചെലവാക്കാൻ വരൂല. അത് മാന്യമായി സംസാരിച്ച് മാന്യമായിട്ട് എടുക്കും. അത് പെണ്ണുങ്ങൾ ചാഞ്ഞോ അതിനനുസരിച്ച് മറ്റോല് മേക്കേറും. അത് സൂക്ഷിക്കുക. അതിനാണ് അല്ലാഹു പറഞ്ഞത്, ഫലാ തഖ്ലാഇന, നിങ്ങൾ ഒരിക്കലും തന്നെ അവരുടെ മുമ്പിൽ നിങ്ങൾ കൊഞ്ചിക്കുഴയരുത്, വിനയം പ്രകടിപ്പിച്ചു പറയരുത്. മഹാന്മാരായ ഫുഖഹാക്കൾ ഇത് വിശദീകരിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചത്, ഒരു സ്ത്രീക്ക് അങ്ങനെ സംസാരിക്കാൻ കഴിയുന്നില്ല. ഓളെങ്ങനെ സംസാരിച്ചാലും പഞ്ചാര ശൈലിയാ വരിക. എന്നാൽ എന്തു വേണമെന്നാ, വായന്റെ മേലെ കൈവച്ച് ശബ്ദം പരുപരുത്തതാക്കണം. എന്നിട്ടെങ്കിലും ഇവളെ അങ്ങനെ വേണ്ടാവൃത്തിക്കൊന്നും കിട്ടുന്നവളല്ല എന്ന് പ്രതികരണത്തിൽ തോന്നണം. ഇത്രയും സൂക്ഷ്മത പുലർത്താൻ മതം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ വീട്ടിൽ പാലിക്കേണ്ട മര്യാദകളാണ്. ഇതുപോലെ കുട്ടികൾ വളർന്ന് വലുതാകുന്നു വീട്ടിൽ, ആ സമയത്ത് അവരോട് പാലിക്കേണ്ട ഒരുപാട് അദബുകളുണ്ട്. ഞാൻ വിശദീകരിക്കുന്നതിൽ ഒരു കാര്യം മാത്രം കൂട്ടത്തിൽ പറയുന്നു. നമ്മളൊക്കെ പഠിച്ചൊരു ഹദീസിലുണ്ട്, 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. 10 വയസ്സായാലും നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ഇവിടെ നിസ്കരിച്ചില്ലെങ്കിലോ വേണ്ടി വന്നാൽ കൈകാര്യം ചെയ്യണം. നോമ്പിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതേ ഹദീസിന് 3-ാമത്തൊരു ഭാഗവും കൂടെയുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, വഫരിഖൂഹും ഫിൽ മലാജിഇ, ഈ സമയത്ത് കുട്ടികളെ നിങ്ങൾ ഉറക്കറയിൽ മാറ്റിക്കിടത്തണം. 10 വയസ്സായാൽ 10 വയസ്സായ ആൺകുട്ടിയെയും അവന്റെ പെങ്ങളായ പെൺകുട്ടിയെയും ഒന്നിച്ച് ഉറക്കാൻ പാടില്ല. 10 വയസ്സായ മകന്റെ കൂടെ ഉമ്മ കിടന്നുറങ്ങാൻ പാടില്ല. 10 വയസ്സായ മകളെ കൂടെ വാപ്പ കിടന്നുറങ്ങാൻ പാടില്ല. അവിടെ മാറിക്കിടക്കണം. ഇരുട്ടാണ്, പിശാചാണ്. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ ഒരബദ്ധം സംഭവിച്ചാൽ ലജ്ജ എന്ന വലിയൊരു ഭിത്തിയാണ് എല്ലാ തിന്മകളുടെയും മുമ്പിൽ ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. അത് ഒരിക്കൽ പൊളിഞ്ഞാൽ ഒരു വീട്ടിലുള്ളവരാണ് തിന്മകൾ ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് വളരെ നന്നായി നമ്മൾ സൂക്ഷിക്കണം. നമ്മളെ വീട്ടിൽ ഈ മര്യാദ നമ്മൾ നടപ്പിൽ വരുത്തണം. ഇന്നത്തെ കാലത്ത് 10 വയസ്സ് തന്നെ വേണോ എന്ന് നമുക്ക് പുനരാലോചിക്കുന്നതിനും വിരോധമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞത്, ഇത്തരം ലൈംഗികമായ ചിന്തകൾ കുട്ടികളിൽ അങ്കുരിക്കുന്നത് സാധാരണഗതിയിൽ ഇത്ര പ്രായം വരുമ്പോഴാണ് എന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇന്നത്തെ പ്രത്യേക കാലഘട്ടത്തിൽ ചെറിയ കുരുന്നുകൾ LKG UKG പോലും അത്തരത്തിലുള്ള ചിന്തകളും പ്രകടനങ്ങളും നമ്മുടെ മുമ്പിൽ കാണിക്കുന്നു. കാരണം നമ്മളെ വീട്ടിൽ ഇതൊക്കെ പഠിക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട്. ഒരു സിനിമ കണ്ടാൽ തന്നെ കുട്ടികൾ അത്തരം വിഷയങ്ങളൊക്കെ പഠിച്ചു. അതുകൊണ്ട് ഇന്ന് നമ്മൾ സൂക്ഷിക്കേണ്ടത്, നമ്മളെ മക്കളിൽ ഏത് കുട്ടിയാണ് ഇത്തരത്തിലുള്ള വികാര പ്രകടനങ്ങളും ചിന്തയും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കുക. ആ കുട്ടിയെ ഒറ്റയ്ക്കേ കടത്താവൂ. അവന്റെ കൂടെ പെങ്ങളെ കടത്തരുത്, അവന്റെ കൂടെ അവളെ കൂടെ ആങ്ങളെ കടത്തരുത്. സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങളൊക്കെ വീട്ടിൽ നമ്മൾ പാലിച്ചാൽ സമാധാനമുള്ള സന്തോഷമുള്ള വീടുകളായി നമ്മുടെ വീടുകളെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. അതോടൊപ്പം നമ്മളെ കുടുംബത്തിന്റെ സാന്ത്വനവും സമാധാനവും ഉണ്ടാവാൻ അയൽവാസികളെ കൂടി നമ്മൾ നന്നായി ഇടപെട്ടുകൊണ്ട് മെരുക്കിയെടുക്കണം. ആ പുരക്കാർ മോശമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ വലിയ മതിൽ കെട്ടിയെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ മതിൽ കെട്ടിയോണ്ടൊന്നും സമാധാനം ഉണ്ടാവില്ല. പുരക്കാർ അയൽവാസികളുള്ള ഭാഗത്ത് നമ്മൾ മതിൽ കെട്ടിയാൽ തന്നെ എപ്പോഴും കടന്നു വരാനും പോകാനും പറ്റുള്ള ഒഴിവ് അവിടെ വെക്കണം. ഈ അയൽവാസികളുമായി നമ്മൾ നന്നായി പെരുമാറിയില്ലെങ്കിൽ ഒരു വീട്ടിലും സമാധാനം ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ കാണേണ്ട ആളുകളല്ലേ. നമ്മളെ വീട്ടിലൊരു കള്ളം വന്നു എന്ന് കേട്ടാൽ ഓടി വരേണ്ടത് അവരാ. ഇവിടെ ഒരാൾ രോഗമായി കിടന്നു എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് ആശുപത്രി കൊണ്ടുപോകേണ്ടത് അയൽവാസിയാണ്.
ഇവരുമായിട്ട് തെറ്റി നിന്നാൽ പിന്നെ എന്ത് സമാധാനം നമ്മളെ പുരയിലുണ്ടാകുക? അതുകൊണ്ട് അയൽ ബന്ധം നമ്മൾ നന്നായി കാത്തു സൂക്ഷിക്കണം. അള്ളാഹു വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു ബന്ധമാണത്. അവ്വലു ഖസ്മൈനി യൗമൽ ഖിയാമത്തി ജാറാൻ. ഇരു കക്ഷികൾ തമ്മിലുള്ള വഴക്കും വക്കാണവും വിചാരണക്കെടുക്കുന്ന കൂട്ടത്തിൽ ആദ്യമായി മഹ്ശറയിൽ വിചാരണ നടത്തപ്പെടുന്നത് അയൽവാസികൾ തമ്മിലുള്ള വഴക്കുകളെ സംബന്ധിച്ചായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അയൽവാസികളോട് മിണ്ടാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ അത് തിരുത്താൻ ഈ വിശുദ്ധ മാസത്തെ തന്നെ തെരഞ്ഞെടുക്കുക. നമ്മളെ അമലുകൾ അല്ലാഹു സ്വീകരിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു, അല്ലാഹു സ്വീകരിക്കുന്നു. അവിടെ ഒഴിവാണ് അയൽവാസികളുമായും കുടുംബങ്ങളുമായും മുഅ്മിനീങ്ങളുമായും തെറ്റി നിൽക്കുന്നവനുണ്ടോ അവന്റെ അമല് അല്ലാഹു സ്വീകരിക്കൂല. പുണ്യങ്ങൾ കൊയ്തെടുക്കുന്ന ഈ മാസത്തിൽ അത് അല്ലാഹു സ്വീകരിക്കുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാക്കാൻ തെറ്റി നിൽക്കുന്ന ബന്ധങ്ങളൊക്കെ നമ്മൾ വിളക്കി ചേർക്കണം. ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്ന ഫുലാനതൻ തസൂമുന്നഹാറ വ തഖൂമുൽ ലൈൽ. നബിയുടെ അടുക്കൽ നിന്ന് സ്വഹാബി പറയാ, നബിയെ, ഇന്നാലിന്നൊരു സ്ത്രീ രാത്രി മുഴുവനും അവൾക്ക് തഹജ്ജുദ് നിസ്കാരമാണ്, പകലിൽ എപ്പോഴും അവൾക്ക് നോമ്പാണ്. അങ്ങനെയുള്ള ഒരു പെണ്ണുണ്ട്, പക്ഷേ അയൽവാസിനികളുമായി എപ്പോഴും വഴക്കിട്ടടിക്കും. ഇങ്ങനെ ഒരു പോരായ്മയും ആ പെണ്ണിനുണ്ട്. ഇവളുടെ പാരത്രിക ലോകത്തെ സ്ഥിതി എന്തായിരിക്കും നബിയെ? ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിയ ഫിന്നാർ. അവൾ നരകത്തിലാണ് കേട്ടോ. അതുകൊണ്ട് ഉമ്മമാരെ സൂക്ഷിക്കുക. നമ്മുടെ വീട് സമാധാനവും സ്വാസ്ഥ്യവും സന്തോഷവും കളിയാടുന്നതാവണമെങ്കിൽ തീർച്ചയായും നമ്മൾ അവിടുത്തെ അയൽ ബന്ധവും കൂടി മെച്ചപ്പെടുത്തി നമ്മുടെ വീടിന്റെ അകവും പുറവും വൃത്തിയാക്കി നമ്മുടെ ശരീരവും വസ്ത്രവും വീടിന്റെ അകത്തളവും അതോടൊപ്പം നമ്മുടെ മനസ്സും ഇന്നലെ പറഞ്ഞതുപോലെ ശുദ്ധീകരിച്ചാൽ തീർച്ചയായും ഈ വിശുദ്ധ മാസത്തിൽ ഒരു മാറ്റത്തിന് നമുക്ക് സാധിക്കും. അർഹമുർ റാഹിമീനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളൊക്കെ വീടുകളിൽ സുഖമായി കിടന്നുറങ്ങുന്നവരാണ്. ആ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിയ ഈ ദുനിയാവിൽ നിന്ന് അവിടുന്ന് ഉപയോഗിച്ച വീടിനെ സംബന്ധിച്ചുള്ള ഓർമ്മ നമ്മളെ മനസ്സിലുണ്ടാവണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വീട് വിട്ടാൽ ഇനി നാളെ നമ്മളെ കടത്താൻ പോകുന്ന വീട് അത് ഖബറാണെന്ന ഓർമ്മ നമ്മളെ മനസ്സിലുണ്ടാവണം. അവിടെ ഫാനില്ല, അവിടെ ഡോറില്ല, ജനലില്ല, മെത്തയില്ല, തലയണയില്ല, കൂട്ടിന് ഭാര്യയില്ല, ഭർത്താവില്ല, ആരും അവിടെയില്ല. കൂരിരുട്ടാണ്. നമ്മൾ ആക്രമിക്കാൻ വരുന്നത് പശുക്കളാണ്. നമുക്ക് താങ്ങും തണലുമായുള്ളത് നമ്മുടെ സൽക്കർമ്മങ്ങൾ മാത്രമാണ്. ആ ലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയും ഖബറിൽ കിടക്കേണ്ടവനാണെന്ന ചിന്തയും ഭൗതിക സുഖാഡംബരങ്ങളൊക്കെ ആസ്വദിക്കുന്ന സമയത്തും മനസ്സിലുണ്ടായാൽ തീർച്ചയായും അത് നമുക്ക് ഗുണം ചെയ്യും. അർഹമുർ റാഹിമീനായ റബ്ബ് അത്തരം ചിന്തയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.